السلام عليكم. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا وسيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن أصدق الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. ബഹുമാന്യരായ നേതാക്കളെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഇസ്ലാമിൻ്റെ വിധിവിലക്കുകൾ, നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പകർത്തണമെന്ന് ഉണർത്തുകയാണ്. ഒന്നുമില്ലാത്തവരായി, ഒന്നുമല്ലാത്തവരായി, ചോദിക്കാൻ പറയാൻ ആരുമില്ലാത്തവരായി ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ വിഷമിക്കുന്ന, വേദനിക്കുന്ന, കഷ്ടപ്പെടുന്ന ജനകോടികൾ ഉണ്ട്. അവരുടെ വേദനകൾ, വിഷമങ്ങൾ, കഷ്ടപ്പാടുകൾ കഴിവിൻ്റെ പരമാവധി നമ്മളെല്ലാം അറിയുന്നുണ്ട്. ആശ്വാസത്തിൻ്റെ തെളിനീരുറവകൾ, ആശ്വാസത്തിൻ്റെ ഒരിറ്റ് കണ്ണുനീർ, സാന്ത്വനത്തിൻ്റെ ഒരു അനുവദനീയമായ വിരൽ സ്പർശം അവർ കാത്തിരിക്കുന്നുണ്ട്. ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നടക്കുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ അതിമഹത്തായ വിപ്ലവമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവ് നമ്മളെ പടച്ചത് അവൻ്റെ കാരുണ്യത്താലാണ് എന്ന് നമ്മൾ അറിയുന്നു. പുറത്ത് മഴ പെയ്തുകൊണ്ടിരിക്കുന്നു. അല്ലാഹുമ്മ സ്വയ്യിബൻ നാഫിഅ, അള്ളാഹുവെ ഉപകാരപ്രദമായ മഴയാക്കണേ എന്ന് 8, 10, 15, 20 പ്രാവശ്യം മഴ പെയ്യുമ്പോഴെല്ലാം നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്. അവൻ്റെ കരുണയും ദയയും വാത്സല്യവും മാത്രമാണ് നമ്മുടെ വായുവിൻ്റെ, വെള്ളത്തിൻ്റെ, ഭക്ഷണത്തിൻ്റെ, ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ ഉറവിടം. സൂര്യൻ ചലിക്കുന്നത്, ചന്ദ്രൻ ചലിക്കുന്നത്, നക്ഷത്രങ്ങൾ കണ്ണുചിമ്മി തുറക്കുന്നത്, രാവും പകലും, ചൂടും തണുപ്പും, കാറ്റും മഞ്ഞും മഴയും എല്ലാം ഉണ്ടാകുന്നത് അവൻ്റെ മാത്രം കരുണയാലും ദയാലുമാണ്. നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ഒന്നും പടച്ചോൻ അങ്ങോട്ട് സഹായിക്കുവാൻ നമുക്ക് സാധ്യമല്ല. പിന്നെയോ അവൻ്റെ ദയയും വാത്സല്യവും നമ്മൾ സ്വീകരിക്കുന്നു എന്ന് മാത്രം. അള്ളാഹു റഹ്മാനുർ റഹീമുമാണ് എന്ന് നമ്മൾ അറിയുന്നു. അനുസരിക്കുന്നവർക്കും അനുസരിക്കാത്തവർക്കും, നിസ്കരിക്കുന്നവർക്കും നിസ്കരിക്കാത്തവർക്കും, തൗഹീദുള്ളവർക്കും ഇല്ലാത്തവർക്കും എല്ലാം ഈ ലോകത്തവൻ വ്യാപകമായി കരുണ നൽകിക്കൊണ്ടേയിരിക്കുകയാണ്. ഈ റബ്ബിനെയാണ് നമ്മൾ പരിചയപ്പെട്ടത്. ഈ റബ്ബിനെയാണ് മക്കത്തെ മുശ്രിക്ക് പരിചയപ്പെടാതിരുന്നത്. അതുകൊണ്ടാണ് ഹുദൈബിയ സന്ധി എഴുതുമ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിൻ്റെ തിരുനാമത്തിൽ എന്ന് എഴുതിയത് മായിച്ച് ബിസ്മിക അല്ലാഹുമ്മ, അള്ളാഹുവെ നിന്റെ നാമത്തിൽ എന്നാക്കിയത്. രണ്ടും തമ്മിൽ എന്താ വ്യത്യാസം? അള്ളാഹു പരമകാരുണികനും കരുണാവാരിധിയുമാണെങ്കിൽ പിന്നെ ഇബ്രാഹിം നബിയോടും ഇസ്മായിൽ നബിയോടും പ്രാർത്ഥിക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? ലളിതമായ ആ ചോദ്യത്തിൻ്റെ ഉത്തരമാണ് നമ്മുടെ രാജ്യത്തെ സമസ്തക്ക് കിട്ടേണ്ടത്. അവർക്കതാ നമ്മൾ കൊടുക്കേണ്ടത്. അത് മനസ്സിലായപ്പോഴാണ് ആ സുഹൈലിൻ്റെ മകൻ ഇസ്ലാം സ്വീകരിച്ചത്. അത് മനസ്സിലായപ്പോഴാണ് അബൂജഹലിൻ്റെ മകൻ ഇസ്ലാം സ്വീകരിച്ചത്. അള്ളാഹു റഹ്മാനുർ റഹീമുമാണ് എങ്കിൽ പിന്നെ യേശുവോ ശ്രീരാമനോ ശ്രീകൃഷ്ണനോ ശബരിമലയ്യപ്പനോ ഗുരുവായൂരപ്പനോ ആവശ്യമില്ല പ്രാർത്ഥിക്കപ്പെടാൻ. അവനെല്ലാം നൽകുന്നവനാണ്. ഈ ദയാപരനായ വാത്സല്യവാരിധിയായ അള്ളാഹുവിൻ്റെ അടിമകൾ എന്ന നിലക്ക് നമ്മുടെ കടമകൾ വളരെ വലുതാണ് എന്ന് നമ്മൾ അറിയുന്നുണ്ട്. ഈ പ്രപഞ്ചത്തിൻ്റെ രക്ഷിതാവ് ഇതെല്ലാം നമുക്ക് മനസ്സിലാക്കി തന്നത് നമ്മുടെ ബുദ്ധിയിലൂടെയല്ല, ബോധത്തിലൂടെയല്ല, ഇൽഹാമിലൂടെയല്ല, പിന്നെയോ അംബിയ മുർസലുകളെ അയച്ചിട്ടാണ്. അവരെ അള്ളാഹു അയച്ചത് നമുക്ക് വേണ്ടിയാണ്, നമ്മളെ പഠിപ്പിക്കാൻ വേണ്ടിയാണ്. തല്ലുകൊണ്ട് വിഷമിച്ച് വേദനിച്ച് കഷ്ടപ്പെട്ട് ബഹിഷ്കരിക്കപ്പെട്ട് ആട്ടും തുപ്പുമേറ്റ് കല്ലേറുകൊണ്ട് കൊല്ലപ്പെട്ട് ഒക്കെ ആ പ്രവാചകന്മാർ അവരുടെ ദൗത്യം ഭംഗിയായി പൂർണ്ണമായി നിറവേറ്റി. ഏതെങ്കിലും ഒരു അക്ഷരം, ഏതെങ്കിലും ഒരു വാക്ക്, ഏതെങ്കിലും ഒരു വാചകം അവർ പഠിപ്പിക്കാതെ ഇരുന്നിട്ടില്ല. മനസ്സിലാക്കാൻ പറ്റുന്ന വിധത്തിൽ വ്യക്തമായി സ്ഫുടമായി പ്രവാചകന്മാരെല്ലാം പറഞ്ഞു തന്നു. അതിൻ്റെ സൗകര്യത്തിലും സൗന്ദര്യത്തിലുമാണ്
നമ്മൾ ഇപ്പോൾ ജീവിക്കുന്നത്. ഇസ്ലാമിൻ്റെ വിശാലമായ പുരയിടത്തിലേക്ക് കടന്നു വന്ന് വിശാലമായ ഗേറ്റ് തുറന്ന് വളരെ സുന്ദരമായ വാതിൽക്കൽ പ്രവേശിച്ച് ഉള്ളിൽ പ്രവേശിച്ചതിൻ്റെ തണുപ്പിലും തണലിലുമാണ് നമ്മൾ ജീവിക്കുന്നത്. എത്ര നന്ദി പറഞ്ഞാലും അള്ളാഹുവിന് നന്ദി കാണിച്ചാലും മതിയാവില്ല. അള്ളാഹു ആവശ്യപ്പെടുന്ന നന്ദി എന്ത്? സൂറത്തു ദാരിയാത്ത് 56-57 ആയത്തുകളിൽ അള്ളാഹു പറഞ്ഞിട്ടുണ്ട്, വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദുൻ. ഇബാദത്ത് എനിക്ക് മാത്രം ചെയ്യണം, അതിനാണ് ജിന്നിനെയും മനുഷ്യനെയും പടച്ചത്. മാ ഉരീദു മിൻഹും മിൻ റിസ്ഖിൻ, അവരിൽ ഞാൻ യാതൊരു നന്ദിയും ഭക്ഷണവും ആഗ്രഹിക്കുന്നില്ല, അവരിൽ നിന്ന് ഭക്ഷണം ആഗ്രഹിക്കുന്നില്ല. അവരെനിക്ക് വെച്ചുണ്ടാക്കി വേവിച്ച് തിളപ്പിച്ച് തണുപ്പിച്ച് ചൂടാക്കി ചൂടാറ്റി കറകളഞ്ഞ് തൊലികളഞ്ഞ് ബിംബങ്ങൾക്ക്, ജാറങ്ങൾക്ക്, ദർഗകൾക്ക്, മക്കാമുകൾക്ക് കൊടുക്കുന്നത് പോലെ എനിക്ക് തരണ്ട അള്ളാഹു ആവശ്യപ്പെട്ടു. പിന്നെ എന്താണ് ഇബാദത്ത്? അള്ളാഹുവിന് ചെയ്യണം, അതാണ് അള്ളാഹു ആവശ്യപ്പെട്ടത്. ഈ കരുണ നമുക്ക് തിരിച്ചു കൊടുക്കണം. ഏറ്റവും വലിയ കാരുണ്യം അള്ളാഹു നമുക്ക് നൽകിയത് ഇഖ്റ വറബ്ബുക്കൽ അക്രം അല്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം. അതല്ലേ ഈ വിദ്യാഭ്യാസം? ഏത് വിദ്യാഭ്യാസം? ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, സൃഷ്ടിച്ച റബ്ബിൻ്റെ നാമത്തിലെ വിദ്യാഭ്യാസം. അതുകൊണ്ടാണ് നമ്മൾ ഇസ്ലാമായത്, അതുകൊണ്ടാണ് തൗഹീദ് കിട്ടിയത്, സുന്നത്ത് കിട്ടിയത്, അതുകൊണ്ടാണ് സലഫുസ്സാലിഹിൻ്റെ പാത മനസ്സിലായത്. സലഫുസ്സാലിഹിൻ്റെ പാത മനസ്സിലാകാതെ ഖുർആനും സുന്നത്തും കയ്യിൽ കിട്ടിയിട്ട് അത് പൊട്ടിക്കാനോ അത് പൊട്ടിച്ചതിൻ്റെ വെള്ളം കുടിക്കുവാനോ അതിൻ്റെ മധുരം നുകരാനോ സാധിക്കാത്ത എത്രയോ ആൾക്കാരുണ്ട്. ഖുർആനും സുന്നത്തും കയ്യിൽ കിട്ടിയിട്ട് സലഫുസ്സാലിഹിൻ്റെ രീതിയിൽ അത് ഉപയോഗിക്കുവാൻ കഴിയാത്തവരുണ്ട്, ഖുർആനും സുന്നത്തും കിട്ടാത്തവരുണ്ട്, അല്ലേ? അതിന് പകരം നമുക്ക് ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, ആ റബ്ബിൻ്റെ അനുഗ്രഹം നമുക്ക് ലഭിച്ചു, നമുക്കത് തിരിച്ചു കൊടുക്കണം. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലാഹു അയച്ചത് വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. സൂറത്തു അംബിയായിലെ 107-ാമത്തെ ആയത്തിൽ അല്ലാഹു പറഞ്ഞു, ലോക ജനതയ്ക്ക് മുഴുവൻ കരുണയായിട്ടാണ് അയച്ചത്. എന്താണ് ആ കാരുണ്യം? രാവും പകലുമില്ലാതെ, ക്ഷീണം വകവെക്കാതെ, വിമർശനങ്ങളും എതിർപ്പുകളും കല്ലേറും കൂക്കുവിളിയും ഒന്നും മുഖത്തിന് വാട്ടം വരുത്താതെ, ശബ്ദത്തിന് തകർച്ചയോ തളർച്ചയോ പതർച്ചയോ വരുത്താതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നടത്തിയ ധീരവീരമായ പോരാട്ടം, സഹാബത്ത് നടത്തിയ ധീരവീരമായ പോരാട്ടം, അതാണ് ഇനിയും എന്നും മരണം വരെയും നമുക്ക് നിർവഹിക്കേണ്ടത്. കരുണയുണ്ടോ, ദയാവാത്സല്യമുണ്ടോ? ശിർക്ക് ചെയ്യുന്നവർ രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കണം, കുഫറുള്ളവർ രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കണം, നിസ്കരിക്കാത്തവർ രക്ഷപ്പെടണം. എങ്ങനെ? അവരെ ഈ കാര്യങ്ങൾ പഠിപ്പിച്ചുകൊണ്ട് അനിസ്ലാമികമായ വേഷം, അനിസ്ലാമികമായ സംസ്കാരം, അതിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്തണം. അതിന് ശരിയായ പ്രബോധന പ്രവർത്തനം നമ്മൾ നിർവഹിക്കണം. അത് കാരുണ്യത്തിൻ്റെ ഏറ്റവും വലിയ വശമാണ്. ജീവകാരുണ്യ പ്രവർത്തനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മുടെ സമീപനങ്ങൾ ഇതാ ലോകത്ത് വലിയൊരു വിപ്ലവത്തിന് നായകത്വം വഹിച്ച ഗാന്ധിജിയെ കൊന്നത് ആ മതത്തിൻ്റെ അനുയായി തന്നെയാണ്, അല്ലേ? ആണ്. നമ്മൾ ഇവിടെ കാലുഷ്യത്തിൻ്റെ, കലാപത്തിൻ്റെ, വിപ്ലവ അട്ടിമറിയുടെ, പോരാട്ടത്തിൻ്റെ ചരിത്രമല്ല കുറിച്ചിട്ടുള്ളത്, മറിച്ച് സ്നേഹസമ്പൂർണമായ ശുശ്രൂഷയുടെ ചരിത്രമാണ്. എങ്കിൽ നമ്മൾ സമാധാനപരമായി ഈ രാജ്യത്ത് ഇനിയും കൂടുതൽ പ്രവർത്തനം നടത്തേണ്ടതുണ്ട്. എല്ലാ തീവ്രവാദത്തിൻ്റെ വശങ്ങളെയും, ഭീകര പ്രവർത്തനത്തിൻ്റെ എല്ലാ വശങ്ങളെയും, സാമുദായികതയുടെ പേരിലുള്ള എല്ലാവിധ അമിതമായ ആവേശത്തെയും തള്ളിക്കളഞ്ഞുകൊണ്ട് തികച്ചും സ്നേഹപൂർണമായ കരുണയോടുകൂടി നമുക്ക് ജനങ്ങളെ ഇനിയും സമീപിക്കേണ്ടതുണ്ട്. പ്രബോധന പ്രവർത്തനം ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ്. രണ്ടാമതായി നമ്മുടെ സഹജീവികൾക്കുള്ള ഭൗതികമായ ആവശ്യങ്ങൾ, ഒന്നാമത്തെ ഈ ആവശ്യം നിറവേറ്റി കൊടുക്കുന്നതോടു കൂടി തന്നെ രണ്ടാമതായി അവരുടെ ഭൗതികമായ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കാൻ നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഗൾഫ് മലയാളികളോട് അത് പ്രസംഗിക്കേണ്ട ആവശ്യമേ ഉദിക്കുന്നില്ല. എങ്കിലും ഒരു കാര്യം വ്യക്തമാണ്, ഹറാമായ നിഷിദ്ധമായ പണമായി, പണ്ടമായി, പറമ്പായി, അറയായി, വിസയായി, ജോലി വാഗ്ദാനമായി സ്ത്രീധനം കൊടുക്കുമ്പോൾ അത് കരുണയാണ് എന്ന് തെറ്റിദ്ധരിക്കണ്ട. അത് ക്രൂരതയാണ്. കാരണം അത് നിഷിദ്ധമാണ്. അവനവൻ്റെ ശരീരത്തോട്, അവനവൻ്റെ സമ്പത്തിനോട്, അവനവൻ്റെ മതത്തോട്, അവനവൻ്റെ ജീവകാരുണ്യ ബോധത്തോട് ചെയ്യുന്ന അതിക്രമമാണ് സ്ത്രീധനം കൊടുക്കുന്നത്. സ്ത്രീധനം കൊടുക്കാൻ സഹായിക്കുന്നത്
പുകവലിക്കാൻ സഹായിക്കുന്നത് ഗൾഫിൽ നിന്ന് പണ്ട് 3-5 കൊണ്ടുവരാറുണ്ടായിരുന്നു. ഇപ്പം അതല്ല. എങ്കിൽ തന്നെയും അവനവൻ്റെ ശരീരത്തിന് ഉപകരിക്കാത്ത, മതത്തിനുപകരിക്കാത്ത TV സംസ്കാരമായാലും സിനിമയോ ഗാനമേളയോ ഒപ്പനയായാലും ശരി, അതിന് സഹായിക്കുന്നത്, അനാവശ്യമായ ടൂറുകൾ സംഘടിപ്പിക്കുന്നത്, ഗൾഫിൽ നിന്ന് വന്നതാണ്, കുറച്ച് ലീവുള്ളതാണ്, അവർക്ക് തെണ്ടി നടക്കാമെന്ന് വിചാരിച്ച് തെണ്ടി നടക്കുന്നത് അത് കരുണയാണ്, ദയയാണ്, വാത്സല്യമാണ് എന്ന് തെറ്റിദ്ധരിക്കരുത്. പുരുഷനെ സഹായിക്കാനാണ് ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത് കല്യാണവുമായി രംഗത്ത്. അതുകൊണ്ട് നമ്മുടെ ജീവകാരുണ്യ പ്രവർത്തനം വഴി മാറരുത്. പണം കൊടുത്ത്, പണി കൊടുത്ത്, തുണി കൊടുത്ത്, വസ്ത്രം കൊടുത്ത്, വീടുണ്ടാക്കി കൊടുത്ത്, കിണർ കുഴിച്ചിട്ട് അത് മതപരിവർത്തനത്തിനുള്ള മാർഗമാറ്റുക എന്ന ക്രൈസ്തവ മിഷണറിയുടെ സിദ്ധാന്തം നമ്മുടെ ചെറുപ്പക്കാർ സ്വീകരിച്ചപ്പോഴാണ് നമുക്ക് അവരെ മാറ്റി നിർത്തേണ്ടി വന്നത്. ആ ചിന്താഗതി ഇപ്പോഴും അപകടകരമായി തന്നെ നിലനിൽക്കുന്നുണ്ട്. നമ്മുടെ കൂട്ടത്തിൽ നിന്ന് ഒരിക്കലും അങ്ങനെ ഉണ്ടാകാൻ പാടില്ല. പക്ഷേ ജീവകാരുണ്യ പ്രവർത്തനം സജീവമായി നിലനിൽക്കുകയും വേണം. അപ്പോൾ സഹജീവികളുടെ ഭൗതികമായ ആവശ്യങ്ങൾക്ക് മുൻഗണന നൽകുന്നു. മൂന്നാമതായി, ഈ പ്രകൃതിയിലെ വെള്ളത്തോട് നമ്മൾ കരുണ കാണിക്കണം. ഒരു മുദ്ദുകൊണ്ട്, ഒരു കോരൽ വെള്ളം കൊണ്ട് ഒതുവെടുത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ, 4 കോരൽ കൊണ്ട് കുളിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമ്മൾ പരിചയപ്പെട്ടേ തീരൂ. എത്രയോ ലിറ്റർ, ഗ്യാലൻ കണക്കിന് വെള്ളം ദിവസവും അനാവശ്യമായി ഒഴുകിപ്പോകുന്നു. അത് മറ്റുള്ളവരുടെ കുടിക്കാനുള്ള വെള്ളമാണ്, കുളിക്കാനുള്ള വെള്ളമാണ്, കൃഷിക്കുള്ള വെള്ളമാണ്. അതുകൊണ്ട് ഏതവസ്ഥയിലും വെള്ളം അമിതമായി ഉപയോഗിക്കരുത്. ഭക്ഷണം ഒരു വറ്റ് പോലും നിലത്ത് വിടരുത്. ഒരു വറ്റ് നിലത്ത് വീണാൽ 700 കോടി ആളുകളും അങ്ങനെ ചെയ്താൽ 700 കോടി വറ്റ് നിലത്ത് വീണു. എത്ര കോടി ആളുകൾക്ക് തിന്നാൻ പറ്റും? ഒരു ചപ്പാത്തി നമ്മൾ ഉപയോഗിക്കുന്നത് കുറച്ചാൽ 700 കോടി ചപ്പാത്തി ബാക്കിയായി. ഒരു ഗ്ലാസ് ചായ ഉപയോഗിക്കുന്നത് ഒരു ദിവസം കുറച്ചാൽ ഒരു ദിവസം 700 കോടി ചായയാണ് ബാക്കിയാവുന്നത്. അപ്പോൾ ഭക്ഷണം വിരൽ നക്കി തുടക്കുവാനും പാത്രം തൊടിച്ചു തുടക്കുവാനും പഠിപ്പിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമ്മൾ അപ്പടി അനുകരിച്ചേ മതിയാവൂ. ആവശ്യത്തിന് മാത്രം വിളമ്പണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച പോലെ ഭക്ഷണം 1/3 വെള്ളം 1/3, ബാക്കി 1/3 ശ്വാസം കഴിക്കാൻ വിടുക. സുന്നത്ത് നോമ്പുകൾ അനുഷ്ഠിക്കുന്ന സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ചുരുങ്ങിയ ഭക്ഷണം കൊണ്ട് മരണം വരെ ജീവിക്കുവാൻ സാധിക്കുന്ന മാർഗമാണുള്ളത്. അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. റമളാനിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ കഴിഞ്ഞ റമളാനിൽ നിന്ന് വ്യത്യസ്തമായി ഈ റമളാനിലെങ്കിലും ഇൻഷാ അള്ളാഹ് ഭക്ഷണം കുറച്ചു, ചെലവ് കുറച്ചു എന്ന അവസ്ഥക്ക് ഉണ്ടാകണം എന്ന് നമ്മൾ തീരുമാനിക്കണം. അത് വസ്ത്രത്തിൻ്റെ രംഗത്തും വീടിൻ്റെ രംഗത്തും നമ്മുടെ സൗന്ദര്യ സംവർദ്ധക വസ്തുക്കൾ ഉപയോഗിക്കുന്ന രംഗത്തുമെല്ലാം അല്ലേ. കൺമഷി, സുറുമ എന്നത് കളറില്ലാത്ത, സുഖം കിട്ടുന്ന, തണുപ്പ് കിട്ടുന്ന ഒരു നല്ല കാര്യമാണ്. കൺമഷി മറ്റുള്ളവർക്ക് കാണാൻ വേണ്ടി പെൺകുട്ടികൾ തേക്കുമ്പോൾ ആർക്കാ ഉപകാരം? ഈ ആൾക്കൊരു ഉപകാരവുമില്ല. അതുപോലെ ഒരുപാട് കാര്യങ്ങളുടെ സൗന്ദര്യ സംവർദ്ധക വസ്തുക്കൾ അവനവനെങ്കിലും ഉപകാരം വേണം. വസ്ത്രത്തിൻ്റെ കൂമ്പാരങ്ങൾ വീടുകളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ വീടെന്തിനാ? ബൈത്തുൻ യസ്കുനുഹു, തന്നെ ഒതുക്കുന്ന വീട്, തനിക്ക് കിടന്നുറങ്ങാനുള്ളതാണ്, ആള് കാണാനുള്ളതല്ല. അത് ഷോ കേസോ ഷോവാളോ അല്ല നമുക്ക് ആവശ്യം. വീട് നിർമ്മാണ രംഗത്ത് വമ്പിച്ച മത്സരങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ത്യനാളിൻ്റെ അടയാളമായി പഠിപ്പിച്ച കാര്യമാണത്. എന്തായിരുന്നാലും ശരി, വീടുണ്ടാക്കിയ 99% ആളുകളും ഖേദിച്ചിട്ടേ ഉള്ളൂ. അപ്പം തന്നെ പറയും, എന്താ ചെയ്യുക, ഭാര്യ അങ്ങനെയായിപ്പോയി, എഞ്ചിനീയർ അങ്ങനെയാണ് പറഞ്ഞത്, എൻ്റെ ചങ്ങാതി പറ്റിച്ചതാണ്. 10 കൊല്ലം കഴിഞ്ഞാൽ പിന്നെ ഊരവേദനയും നടുവേദനയും മുട്ടുവേദനയൊക്കെയുമായിട്ട് അങ്ങനെ വരണ്ട് വിണ്ട് കീറി പൊടി പിടിച്ച് കിടക്കുന്ന റൂമുകളാണ് കാണുന്നത്. അതുകൊണ്ട് ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ ഏതാനും ദിവസങ്ങൾക്ക് വേണ്ടി വീടുണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കുക, ആവശ്യത്തിന് അത്യാവശ്യത്തിനുള്ള വീട്. ഇങ്ങനെ നമ്മുടെ സമ്പത്ത്, അള്ളാഹു നൽകിയ സമ്പത്ത് നല്ല വഴിക്ക് തിരിച്ചുവിടാൻ ഉപകരിക്കുന്നു. അതോടൊപ്പം കണക്ക് അള്ളാഹുവിൻ്റെ മുമ്പിൽ ബോധിപ്പിക്കാൻ കഴിയാതെ ചിതറേണ്ട ഒരാവശ്യം ഖിയാമത്ത് നാളിൽ വരികയുമില്ല. ഏതൊരവസരത്തിലും അത് പ്രത്യേകമായി ശ്രദ്ധിക്കണം എന്ന് ഓർപ്പിക്കുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവേ, ദയാപരനായ അള്ളാഹുവേ, ഞങ്ങളെ നീരു ലോകത്തും അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവരെയും ഒരുമിച്ച് കൂട്ടുന്ന നാളിൽ, ഖിയാമത്ത് നാളിൽ പടച്ചവനെ നിന്റെ പ്രവാചകന്മാരും ശുഹദാവും സാലിഹുകളും
സിദ്ദീഖുമാരുമെല്ലാം ഒരുമിച്ച് കൂടുന്ന നാളിൽ പടച്ചവനെ ഈ പാവങ്ങളായ ദുർബലരായ ആളുകളെ നിന്റെ കരുണയും കടാക്ഷവും കൊണ്ട് അനുഗ്രഹിക്കുമാറാകണേ. ഭീകരമായ നരകശിക്ഷയിൽ നിന്ന് നാഥ ഞങ്ങളെ നിരീക്ഷിക്കുമാറാകണേ. ഞങ്ങളുടെ നാവിലൂടെ ഈ ലോകത്തുള്ള എല്ലാ മനുഷ്യന്മാർക്കും അല്ലാഹു ഹിദായത്ത് പ്രദാനം ചെയ്തു കൊടുക്കുമാറാകണേ. പടച്ചവനെ നീ നൽകിയ പണവും സമ്പത്തും സൗകര്യവും ആരോഗ്യവും സമയവുമെല്ലാം കരുണാർദ്രമായ രീതിയിൽ കൈകാര്യം ചെയ്യുവാൻ നാഥ അനുഗ്രഹിക്കുമാറാകണം. ഹലാലായ മാർഗത്തിൽ സമ്പാദിച്ച സമ്പത്ത് അല്ലാഹുവേ ഹറാമായ മാർഗത്തിലൂടെ പോകാതിരിക്കുവാൻ തൗഫീക്ക് നൽകണേ നാഥ. സമയവും സൗകര്യവുമെല്ലാം നല്ല രീതിയിൽ ഉപയോഗിക്കുവാൻ അനുഗ്രഹിക്കണേ നാഥ. അല്ലാഹുവേ നിന്റെ ദീൻ പഠിപ്പിക്കുന്ന ഇസ്ലാമിക സ്ഥാപനങ്ങളെ വളർത്തുവാനും ഉയർത്തുവാനും സ്നേഹിക്കുവാനും ഞങ്ങൾക്ക് നീ തൗഫീക്ക് നൽകുമാറാകണം. കുടുംബങ്ങളിലേക്ക് മടങ്ങിച്ചെന്ന് ഭാര്യാഭർത്താക്കന്മാരും മാതാപിതാക്കളും മക്കളുമെല്ലാം കരുണയോടുകൂടി ദയയോടുകൂടി വാത്സല്യത്തോടുകൂടി ജീവിക്കുന്ന ഒരവസ്ഥാവിശേഷം നാഥ നൽകുമാറാകണേ. റബ്ബന ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു അലാ ഖാതമിൽ അംബിയാഇ വൽ മുർസലീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.